2 പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചു തീരുന്നതിനിടയിൽ അവൻ പറഞ്ഞു തീർത്തത് ലോകത്തെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയായിരുന്നു. സമാന രീതിയിലും സ്വഭാവത്തിലുമുള്ള കൊലപാതകങ്ങളെയാണ് സീരീസ് കൊലകളെന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി കൊലപാതകം നടത്തുന്ന രീതി. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു നീണ്ട കഥയുണ്ടാവും. അത്തരത്തിൽ ആളുകളെ അമ്പരപ്പിക്കുന്ന കഥയാണ് ഒരു 8 വയസ്സുകാരൻ നടത്തിയ സീരീസ് കൊല. കുപ്രസിദ്ധ കൊലയാളികളും ആ കൊലപാതകങ്ങളുടെ പേടിപ്പെടുത്തുന്ന വിശദാംശങ്ങളും ഹൃദയം മരവിപ്പിക്കുന്ന ട്വിസ്റ്റുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഭയന്ന് വിറച്ചിട്ടുണ്ടാകാം. എന്നാൽ ബിയോണ്ട് ദ ചാപ്റ്റർ ഇന്ന് നിങ്ങളോട് പറയുന്ന കഥ നിങ്ങളുടെ നട്ടെല്ലിനെ വരെ മരവിപ്പിക്കുന്ന ഒരു 8 വയസ്സുകാരൻ്റെ കൊടും ക്രൂരതയുടെ കഥയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കൊലയാളിയായ സീരിയൽ കില്ലർ സുമൻ കുമാർ സാഹ. ബീഹാറിലെ ബഗുസാരയിലെ ഒരു ദരിദ്ര പശ്ചാത്തലമുള്ള കുടുംബം. അച്ഛൻ ബ്രിജ്ഭൂഷൺ ദുബെയുടെയും അമ്മ മഞ്ജു ദേവിയുടെയും മകനാണ് സുമൻ കുമാർ സാഹ എന്ന ഈ കഥയിലെ വില്ലൻ. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ എന്ന വിശേഷണം ലഭിക്കുമ്പോൾ സുമൻ കുമാറിന് 8 വയസ്സ് മാത്രമാണ് പ്രായം. തുടർച്ചയായി 3 കൊലപാതകങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ടപ്പോഴും നിർവികാരനായിരുന്നു സുമൻ കുമാർ. ചെറുപ്രായത്തിൽ താൻ ചെയ്ത തെറ്റ് എന്താണെന്നോ അതിൻ്റെ ആഴം എന്താണെന്നോ സുമന് ധാരണയുണ്ടായിരുന്നില്ല. ഒരിക്കൽ മഞ്ജു ദേവിയുടെ സഹോദരി റിങ്കി തൻ്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞുമായി സുമൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ദരിദ്ര കുടുംബമായിരുന്നു റിങ്കിയുടേത്. പട്നയിൽ ഒരു വീട്ടുവേലക്കാരിയായി ജോലി ലഭിച്ചതിനെ തുടർന്ന് കുറച്ച് ദിവസത്തേക്ക് തൻ്റെ 6 മാസം പ്രായമായ കുഞ്ഞിനെ സഹോദരിയെ ഏൽപ്പിക്കാൻ വന്നതാണ് റിങ്കി. അന്ന് സുമൻ 7 വയസ്സായിരുന്നു പ്രായം. ചേച്ചി മഞ്ജു ദേവിയും മകൻ സുമനും തൻ്റെ മകനെ പൊന്നുപോലെ നോക്കുമെന്ന വിശ്വാസത്തിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ ജോലിക്ക് പോവുകയാണ്. മുട്ടിലിഴയുന്ന ആ കുഞ്ഞ് വീട്ടിൽ വന്ന് ദിവസങ്ങൾ കഴിയുന്നതും മഞ്ജു ദേവി ഗർഭിണിയാവുകയാണ്. ആ വീടാകെ സന്തോഷത്തിൻ്റെ നാളുകൾ. അങ്ങനെ ഒരു ദിവസം സുമൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യമായി ചന്തയിൽ പോകേണ്ട ആവശ്യം വരുന്നു. കുഞ്ഞിനെ തനിച്ചാക്കി പോകാൻ മനസ്സ് വന്നില്ല എങ്കിലും കളിച്ചുകൊണ്ടിരുന്ന സുമനെ വിളിച്ച് അവനെ നോക്കിക്കൊള്ളണം മോനെ എന്ന് പറഞ്ഞേൽപ്പിച്ച് അവൾ യാത്രയാവുകയാണ്. ആ സമയം കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ കൺമുന്നിൽ നിന്ന് മറയുന്നതുവരെ സുമൻ മുറ്റത്ത് നോക്കി നിന്നു. ശേഷം കുഞ്ഞുറങ്ങുന്ന മുറിയിലേക്ക് പതിയെ കടന്നു വരുന്നു. അവിടെ കുഞ്ഞ് സുഖനിദ്രയിലാണ്. അവൻ കുഞ്ഞിനെ നോക്കി കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ പിടിച്ച് ഒന്ന് നുള്ളി. ഉറക്കത്തിൽ നിന്ന് വേദന കൊണ്ട് ഞെട്ടി ഉണരുന്ന കുഞ്ഞിനെ കണ്ട് സുമൻ ആസ്വദിച്ച് ചിരിക്കുന്നു. വാവിട്ട് നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് സുമൻ തൻ്റെ 2 കൈയും ചേർത്ത് വെച്ച് അമർത്തുന്നു. നേർത്തു വരുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ എന്തെന്നില്ലാത്ത ആനന്ദം നൽകുന്നു. തള്ളി വരുന്ന കണ്ണുകൾ ക്രമേണ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം ചലനമറ്റതാവുന്നു. അങ്ങനെ ഈ ലോകത്തോട് ആ പിഞ്ചു പൈതൽ വിട പറഞ്ഞിരിക്കുന്നു. മരണം ഉറപ്പായതോടെ സുമൻ കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് വീടിൻ്റെ പിറകുവശത്തുള്ള കൃഷിയിടത്തിലേക്ക് പോകുന്നു. തുടർന്ന് അവിടെ കിടന്ന ഒരു ഇഷ്ടികയെടുത്ത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ തലയ്ക്കടിക്കുന്നു. 6 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ തലയൊട്ടി പൊട്ടിച്ചിതറുന്നു. ആ കാഴ്ചയിൽ ആനന്ദിക്കുന്ന സുമൻ അവിടെ കിടന്നൊരു കമ്പെടുത്ത് ചെറിയൊരു കുഴിയെടുത്ത ശേഷം അവനെ അവിടെ കുഴിച്ചിടുന്നു. കുഴി കുത്താൻ ഉപയോഗിച്ച കമ്പെടുത്ത് ആ മണ്ണിൽ തന്നെ കുത്തിവെക്കുന്നു. ഇഷ്ടിക ആ മൺകൂനയിൽ വെച്ചിട്ട് ഒരു കൂസലുമില്ലാതെ സുമൻ കളിക്കാൻ പോകുന്നു. ചന്തയിൽ നിന്ന് മടങ്ങിയെത്തിയ അമ്മ കുഞ്ഞിനെ അന്വേഷിക്കുന്നു. കുഞ്ഞെവിടെ എന്ന ചോദ്യത്തിന് താൻ കൊന്നെന്നായിരുന്നു ഒരു ചിരിയോടെ അവൻ മറുപടി നൽകിയത്. വളരെ നിസ്സാരമായി, ഒരു സങ്കോചവും കൂടാതെ ഇത് പറയുന്നത് കേട്ട് സുമൻ്റെ അമ്മ ഞെട്ടിത്തരിക്കുന്നു. വിശ്വസിക്കാനാവാതെ അവൾ വീട് മുഴുവൻ അരിച്ചു പറക്കുകയാണ്. നിരന്തരമായി ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ സുമൻ കുഞ്ഞിനെ കൊന്നു കുഴിച്ചിട്ട സ്ഥലം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. തങ്ങളുടെ ചെറുപ്രായത്തിലുള്ള മകൻ ചെയ്ത കൊടും ക്രൂരത കണ്ട് അവൾ ഞെട്ടിപ്പോയി. ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. പകച്ചുപോയ ബ്രിജ്ഭൂഷൺ ദുബെ മകനെ ഒരു രാത്രി മുഴുവൻ ശകാരിക്കുകയും കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യം പുറത്തറിഞ്ഞാൽ തങ്ങളുടെ മകൻ്റെ ജീവിതം എന്താകുമെന്നോർത്ത് സംഭവം മറച്ചു വയ്ക്കുന്നു. മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന റിങ്കിയുടെ കാലിൽ വീണ് നടന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചു. തൻ്റെ മകൻ്റെ ഭാവി ഇല്ലാതാക്കരുതെന്ന് കെഞ്ചി പറഞ്ഞ മഞ്ജു ദേവിയോട് എങ്ങനെ ഈ അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനാവുന്നില്ല. അങ്ങനെ വർഷം 1 കഴിഞ്ഞു. സുമൻ ഒരു അനിയത്തി കൂടി ഉണ്ടാവുന്നു. എങ്കിലും പഴയ കാര്യങ്ങളൊന്നും മഞ്ജു ദേവിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. ചില രാത്രികളിൽ മഞ്ജു ഞെട്ടി എഴുന്നേറ്റ് തൻ്റെ മോളെ നോക്കാറുണ്ട്. നല്ലതുപോലെ ഉറങ്ങിക്കിടക്കുന്ന സുമനെയും കുഞ്ഞു മോളെയും നോക്കി
പല ദിവസങ്ങളിലും ഇരുന്നിട്ടുണ്ട്. പതിവ് പോലെ ഒരു ദിവസം മഞ്ജുദേവി തൻ്റെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കട്ടിലിൽ ഉറക്കിക്കിടത്തിയിട്ട് മറ്റൊരു മുറിയിൽ ഉച്ചയുറക്കത്തിലാണ്ട് പോവുകയാണ്. പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സുമൻ പെട്ടെന്ന് തൻ്റെ കുഞ്ഞിപ്പെങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയിൽ വന്ന് നോക്കി നിൽക്കുന്നു. അനുജത്തി കിടക്കുന്ന കട്ടിലിനടുത്തേക്ക് അവൻ നടന്നെടുക്കുകയാണ്. തൻ്റെ ചേട്ടനെ കണ്ട ആ കുഞ്ഞ് കൈകാലിട്ടടിക്കുന്നു, ചിരിക്കുന്നു. സുമനും തൻ്റെ അനുജത്തിയെ ചിരിച്ചു കാണിക്കുന്നു. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിപ്പെങ്ങളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും ആ പിടിവിടാൻ അവൻ കൂട്ടാക്കിയില്ല. നിമിഷ നേരം കൊണ്ട് ആ കുരുന്നും നിശ്ചലമാകുന്നു. അങ്ങനെ സമാന രീതിയിൽ മറ്റൊരു കൊലപാതകം കൂടി. ഉറക്കമെണീറ്റ മഞ്ജുദേവി കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഒരുപാട് നേരമായല്ലോ എന്ന് കരുതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ചലനമറ്റു കിടക്കുന്ന തൻ്റെ പിഞ്ചു കുഞ്ഞിനെയാണ് അവൾ കാണുന്നത്. താനാണ് അവളെ കൊന്നത് എന്ന് നിർവികാരതയോടെ മഞ്ജുദേവിയോട് പറയുന്ന മകനെ കണ്ട് അവൾ ഭയന്നു വിറച്ചു. ചലനമറ്റ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചവൾ ഉറക്കം നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുന്ന നാട്ടുകാർ മകനെ പോലീസിൽ ഏൽപ്പിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ മകൻ്റെ ഭാവി ഓർത്ത് ഇക്കാര്യം പുറത്ത് പറയരുത്, ഞാൻ തന്നെ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിജ് ഭൂഷൺ ദുബെ ഒരു വടിയെടുത്ത് മകനെ പൊതിരെ തല്ലുന്നു. പക്ഷെ തന്നെ എന്തിനാണ് തല്ലുന്നത്, ഞാൻ കൊന്നിട്ടല്ലേ ഉള്ളൂ എന്ന് ആ തല്ലിൻ്റെ ഇടയിൽ അവൻ വിളിച്ചു പറയുമ്പോൾ കൂടി നിന്നവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. താൻ ചെയ്ത തെറ്റു മനസ്സിലാവാതെ സുമൻ ആ തല്ലുകൊള്ളുകയായിരുന്നു. എന്തുകൊണ്ടോ ആ കൊലപാതകവും നിയമത്തിന് മുന്നിലെത്തുന്നില്ല. പിന്നീട് നടന്നതും സമാനമായ രീതിയിലുള്ള മറ്റൊരു കൊലപാതകമായിരുന്നു. മഞ്ജുദേവിയുടെ അയൽക്കാരിയായ ചമ്പാദേവിയുടെ മകൾ ആരതിയായിരുന്നു ആ ഭാഗ്യദോഷി. അടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിൽ ആരതിയെ കിടത്തി ഉറക്കിയിട്ട് റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു ആ അമ്മ. സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നപ്പോൾ തൻ്റെ മകളെ അവിടെ എങ്ങും കാണുന്നില്ല. അവർ ആ ഗ്രാമം മുഴുവൻ മകൾ ആരതിയെ വിളിച്ചുകൊണ്ട് ഓടി നടന്നു. മകളെ കാണാതായി സമയം കഴിയുന്തോറും ആ നാടിൻ്റെ ഉള്ളിൽ ഒരു സംശയം നിഴലിച്ചുകൊണ്ടിരുന്നു. കുറേ നാളുകൾക്ക് മുന്നേ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം ആ നാട്ടിൽ പാട്ടാകുകയാണ്. അധികം താമസിയാതെ നാട്ടുകാർ സുമൻ്റെ അടുത്തേക്ക് പാഞ്ഞു. അന്നും പതിവ് പോലെ കളിയിൽ ഏർപ്പെട്ടിരുന്ന അവനെ നാട്ടുകാർ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഒരു സങ്കോചവും കൂടാതെ ആ കൊലപാതകവും ചെയ്തത് താനാണ് എന്നവൻ അഭിമാനത്തോടെ സമ്മതിക്കുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറിൻ്റെ ജനനമായിരുന്നു അത്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ക്രിമിനലിനെ തേടി പോലീസ് എത്തുന്നതാണ് പിന്നീട് കണ്ടത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, ഒരു സമയത്തും സംയമനം വിടാതെയുള്ള ചോദ്യം ചെയ്യലായിരുന്നു പോലീസ് നടത്തിയത്. ഒടുവിൽ 2 പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചു തീരുന്നതിനിടയിൽ അവൻ പറഞ്ഞു തീർത്തത് ലോകത്തെ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയായിരുന്നു. കഥ കേട്ട് പോലീസ് ഇൻസ്പെക്ടർ അമിത് കുമാർ ഞെട്ടി. ഒരു കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാനാകുമോ എന്ന് വിശ്വസിക്കാനാകാതെ ഒരു സ്റ്റേഷൻ മുഴുവൻ വാ പൊളിച്ചു നിന്നു. ഒട്ടും അന്താളിപ്പില്ലാതെ അവൻ 3ാമത്തെ കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞത് ഇങ്ങനെയാണ്. യാദൃശ്ചികമായി സ്കൂളിനടുത്തുകൂടി നടന്നു പോയപ്പോഴാണ് ഉറങ്ങിക്കിടക്കുന്ന ആരതിയെ കണ്ടത്. പഴയതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്ന് വലിച്ചിഴച്ച് സ്കൂളിൻ്റെ പിറകിൽ കൊണ്ടുപോയി ഇഷ്ടിക കൊണ്ട് തലയടിച്ച് പൊട്ടിച്ച് കുഴിച്ചിടുകയാണ് ചെയ്തത്. 3ഉം സമാനമായ കൊല. ആദ്യ കൊല നടത്തിയപ്പോൾ അച്ഛനും അമ്മയും നിസ്സംഗത പാലിച്ചതാണ് തുടർ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്ന് കുട്ടി വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ ഇത്രയധികം കുറ്റങ്ങൾ ചെയ്യാൻ സുമനെ പ്രേരിപ്പിച്ചത് കോണ്ടക്സ് ഡിസോർഡർ എന്ന രോഗമാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. കുറ്റം ഏറ്റുപറഞ്ഞതോടെ ദുർഗുണ പരിഹാരശാലയിലായിരുന്നു സുമൻ്റെ പിന്നീടുള്ള ജീവിതം. വർഷങ്ങൾക്ക് ശേഷം ശിക്ഷ ഏറ്റുവാങ്ങി സുമൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകണം. 2007 സുമൻ 8 വയസ്സ് മാത്രമാണ് പ്രായം. ഇന്നവന് 25 വയസ്സ് പ്രായമുണ്ടാകണം. ജുവനൈൽ കോടതിയുടെ ശിക്ഷ കഴിഞ്ഞ് ഈ സമൂഹത്തിൽ എവിടെയോ പേരും നാളും വെളിപ്പെടുത്താതെ അവൻ ജീവിക്കുന്നുണ്ടാകണം. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്കും കൗൺസിലിങ്ങും കൊണ്ട് അവൻ്റെ അസുഖം മാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ. തലച്ചോറുമായി ബന്ധപ്പെട്ട കോണ്ടക്ട് ഡിസോർഡർ എന്ന ഈ രോഗമുള്ളവർ അനുസരണക്കേടും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദവും കണ്ടെത്തുന്നുണ്ട്. ഇത്തരക്കാരിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ ഡിസോർഡർ കാണാം. ഇത്തരക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഹജീവികളുടെ സങ്കടങ്ങൾ, വേദനകൾ ഇവയെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നതാണ്. തലച്ചോറിൽ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ ഇല്ലാത്തതാണ് ഇവർക്ക് ഇത്തരം കഴിവുകൾ ഇല്ലാതെ പോകുന്നത്. ബിയോണ്ട് ദ ചാപ്റ്ററിൻ്റെ ഈ കഥ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി. കുട്ടികളുടെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ അസ്വാഭാവികത കണ്ടെത്തിയാൽ മാതാപിതാക്കൾ അത് ഒളിച്ചു വയ്ക്കാതെ എത്രയും പെട്ടെന്ന് രോഗം കണ്ടുപിടിച്ച് നേരത്തെ തന്നെ മികച്ച ചികിത്സയും കൗൺസിലിങ്ങും കൊടുത്താൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാകും. ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ. Beyond the chapter.